ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീതിസ് വേൾഡ്. അപ്പം എല്ലാവരും എന്താ സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നൊരു തീരുമാനത്തിലെത്തി. എന്നുവെച്ചാൽ നമ്മുടെ കുട്ടീസിന് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണേ. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം രണ്ടുപേരും പറയും ലഞ്ചിനും ഞങ്ങൾക്ക് ഇഡ്ഡലി മതി അമ്മയെന്ന് പറയാം. വെച്ചാൽ അവർ പറയും അമ്മയുടെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് ആമേ, നല്ല ടേസ്റ്റിയാ, ഫ്രണ്ട്സും പറഞ്ഞെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളോടും കൂടെ എൻ്റെ ആ സീക്രട്ട് റെസിപ്പീസ് പങ്കുവെക്കാമെന്ന്. അപ്പൊ എങ്ങനെയാ, നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാം. അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടേ. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ എടുക്കേണ്ട അരിയുടെയും ഉഴുന്നിന്റെ അളവ്. അതായത് ഇപ്പൊ ഗ്ലാസ് കണക്കിന് പറയുവാണെങ്കിൽ 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നെന്നുള്ള ഒരു ഫോർമുലയിലാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. വായു. അപ്പൊ നിങ്ങൾ ഓർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണമെന്നല്ലേ? അത് ഞാൻ പറഞ്ഞേ, നമ്മുടെ സ്പെഷ്യലായിട്ട് കുറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇഡ്ഡലി അത്രയും സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ കിട്ടുന്നത്. അപ്പം ഇത് നമ്മുടെ സാധാരണ പച്ചരിയാണ്, അല്ലാതെ ഇഡ്ഡലി അരിയല്ല. സാധാരണ പച്ചരി. അത് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചത്. നോർമലി നമ്മൾ അരി കുതിർക്കുന്ന ഒരു 5 അല്ലെങ്കിൽ 4 മണിക്കൂറിൽ അരി കുതിർത്തെങ്കിലേ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇത് അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ തന്നെ ഇത് ഉലുവായും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 നാഴി അരിക്ക് ഒരു 1/2 നാഴി ഉഴുന്നുള്ള കണക്കാണ്. അതാണ് നമ്മുടെ ഇഡ്ഡലിയുടെ കണക്ക് എന്ന് പറയുന്നത്. ആ കണക്കനുസരിച്ച് എടുത്തെങ്കിലേ നമ്മുടെ ഇഡ്ഡലി എപ്പോഴും സോഫ്റ്റ് ആയിട്ട്, ആ ഉഴുന്നിൻ്റെയും അരിയുടെയും കണക്ക് എപ്പോഴും ഒരു ഇതായിരിക്കണം. 2 നാഴിക്ക് 1/2 നാഴി എന്നുള്ള കണക്കാണ് എപ്പോഴും നമ്മൾ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചാക്കരിയാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല മയവും പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ ഈ നമ്മുടെ പച്ചരി കുതിർക്കുന്നേക്കാളും കൂടുതലായിട്ട് വേണം നമ്മുടെ ചാക്കരി കുതിരാൻ. അതുകൊണ്ട് അതൊരു കുറച്ചുകൂടെ നേരത്തെ, ഇപ്പം വൈകുന്നേരമാണ് നമ്മൾ അരച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇത് കുതിർക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ വേണ്ടത് നമ്മുടെ ചോറ്. സാധാരണ നമ്മൾ ഏത് റൈസാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ചോറ് 1 കപ്പ്. അപ്പം ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും ഉഴുന്ന് ഒറ്റ തവണയെ കഴുകാവുള്ളൂ. ഈ സൈഡിൽ കൂടെ കണ്ട ഈ ഒരു ആ പത പോകാതെ ഒറ്റ തവണ മാത്രമേ നമ്മുടെ ഉഴുന്ന് കഴുകാവുള്ളൂ. കഴുകിയിട്ട് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്ന ഏതാണ് നല്ല വെള്ളം, ആ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ കുതിരാനിടാൻ. ഈ ഒരു കളർ കണ്ടില്ലേ, ആ ഉഴുന്ന് കുതിർന്ന് കിടക്കുന്ന കളറ്, അത് പോവാതെ വേണം. ആ വെള്ളത്തിൽ വേണം നമ്മുടെ ഈ അരിയെല്ലാം അരച്ചെടുക്കാൻ. എങ്കിലും നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ്നെസ്സും മയം കിട്ടും. അപ്പം നമുക്കിതെല്ലാം ഓരോന്നോരോന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് ആ ഉഴുന്നിൻ്റെ ആ ഒരു പരുവന്ത്. കണ്ട് ഈ ഒരു ഇത്രയും ഒരു വെള്ളം നമുക്ക് ഉഴുന്നിന് പാടുള്ളൂ. അതിന് നമ്മൾ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. ഈ ഒരു തിക്നെസ് വേണം ഉഴുന്ന് അരയ്ക്കുമ്പോൾ. നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ അരിയും അരച്ചെടുക്കാം. നമ്മൾ ആ ഉഴുന്ന് കുതിർക്കാൻ വെച്ച ആ വെള്ളത്തിൽ തന്നെ ആവട്ടോ ബാക്കി നമ്മുടെ അരിയും ഇതെല്ലാം അരച്ചെടുക്കുന്നത്. ബാക്കി കൂടെ നമുക്ക് അരച്ചിട്ട് കാണാം. നമ്മുടെ അരിയെല്ലാം അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു തരി പോലും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അരി അരയ്ക്കുന്നതിലും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരി അരയ്ക്കുമ്പം ഒരു തരി പോലും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉഴുന്നരച്ചയിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയും വെള്ളമോ ഇതിനും പാടുള്ളൂ. ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ലൂസായിട്ടിരിക്കുന്ന തിക്നെസ് കിട്ടത്തില്ല. ഈ ഒരു പരുവേ നമുക്ക് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് 1 അവർ ആകുമ്പോൾ നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ഈ ഉഴുന്നും അരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം കണ്ടോ, ഇത് നമുക്കിതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് കണ്ടോ. ഇത് നമ്മൾ സ്പൂണും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ഈ ഉഴുന്നിന് തിക്നെസ് ഉള്ളതുകൊണ്ട് ഇത് മിക്സ് ആകുമല്ലോ നന്നായിട്ട്. അപ്പോൾ കൈ നന്നായിട്ട് മിക്സായി നമ്മൾ കുഴച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു ബബിൾസ് വരണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടോ, നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ബബിൾസ് ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട്. ഒരു കുറഞ്ഞ 2-3 മിനിറ്റ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണത്. ഓരോ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മൂടി അടച്ച് വെക്കാം. കുറഞ്ഞതൊരു
7-8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്കും നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും കുളിച്ച് പൊങ്ങി മുകളിലേക്ക് പൊങ്ങി വന്ന് നിൽക്കും. അതാണ് നമ്മുടെ പരുവം കേട്ടോ. പിന്നെ തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മുടെ ആ ഒരു വെക്കുന്ന സമയം കുറച്ചുകൂടിയൊക്കെ കൂടും. ഇപ്പോൾ 8 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ 9 മണിക്കൂറൊക്കെ ആകും. ഒരു നോർമൽ ക്ലൈമറ്റ് ആണെങ്കിൽ 8 മണിക്കൂറൊക്കെ മതിയാവും. ഇത് നമ്മുടെ മാവ് കണ്ടോ, ഇവിടെ നല്ല കുളിച്ച് പൊങ്ങി വന്ന് നിൽക്കുന്നുണ്ടോ. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനാവും കേട്ടോ. എന്തേലും വേണ്ടി ഞാൻ കല്ലുപ്പ് പൊടിച്ചാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ പഞ്ചസാരയും ഓരോരുത്തരുടെ ഇതാണ്. ഞാൻ കുട്ടീസിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി മധുരം ഒന്ന് ഇങ്ങോട്ട് നിർത്തിയിടുന്നത് കേട്ടോ. പിന്നെ ഒരു സാധനമുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എന്തിനും ഇടുന്നതെന്നല്ലേ, ഇതാണ് നമ്മുടെ റവ. ഇതിടുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടും, കുറച്ചുകൂടെ സോഫ്റ്റ്നെസ്സും കിട്ടും. റവ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു നല്ലൊരു നല്ല മയം വരും. അത് ഞാൻ ഈ ഒരു തവിക്ക് ഒരു തവി അളവ്, അതിപ്പോൾ നിങ്ങളെടുക്കുന്നത് ഇഡ്ഡലി മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ഒന്നും ഇടണ്ട. ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു തവിയാണെങ്കിൽ അതിനൊരു തവി ഇട്ടാൽ മതിയായിരിക്കും. പിന്നെ വേറൊന്നുമല്ല, ഒരു 1 ടീസ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചേക്കരുത്, നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിൽ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മാവിന് പുളി വരാതിരിക്കാൻ. അതായത് ചിലപ്പം ഇച്ചിരി ഒന്ന് പുളിപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ പുളി കയറുവരെ, അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ മാവ് നമ്മൾ പഞ്ചസാര ഉപ്പും എല്ലാം ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ച് അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇഡ്ഡലി മാവിൻ്റെ പരുവം. ഒത്തിരി ലൂസി അല്ല, എങ്കിൽ ഒത്തിരി തിക്കും അല്ലാത്ത ഒരു പരുവം. നമുക്ക് ഇനി അപ്പച്ചമ്പ് വേകാനായിട്ട് വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ മാവ് ഒഴിച്ചു വെക്കാം. ആ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ഇഡ്ഡലി ഈ തട്ടയെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ എണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യ്. ഞാനിപ്പോൾ എനിക്ക് നല്ല പ്യൂറായിട്ടുള്ള നെയ്യ് കിട്ടുന്നതുകൊണ്ട് ഞാൻ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഇതിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഇതിനകത്തേക്ക് എടുത്ത് വെട്ടാം. ഇപ്പം നമ്മൾ ഇളക്കിയിട്ട് വേണം കേട്ടോ മാവ് എടുക്കാനേ. നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ടാവും. നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ഇത് ഇഡ്ഡലി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല പൊന്തി വന്ന് നല്ല ഇത് കളക്കത്ത് വെക്കുന്നതിന് അറിയാം, നല്ല സോഫ്റ്റാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇഡ്ഡലി അടുപ്പ് വെച്ച് കഴിയുമ്പോൾ, മാവ് അടുപ്പ് വെച്ച് കഴിയുമ്പം മീഡിയത്തിലിടണം കേട്ടോ, ഹെവി ഫ്ലെയിമിലിടല്ലേ. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പം നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒട്ടും അടി പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി കൊണ്ടിട്ട് പോലുള്ള
ഇതേ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇതേ റെഡിയാണേ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ കമൻസ് ഇടണേ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി.